മനോഹരമായ ജീവിതത്തിന് 3 ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചേ മതിയാകുന്നു. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്. പാരന്റ്സിനോട് എന്തിനു ക്ഷമിക്കണം എന്നൊരു ചോദ്യം വന്നേക്കാം. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെയും നിങ്ങളുടെയും ഒക്കെയും ഇന്നത്തെ നിലനിൽപ്പിന് നമ്മുടെ മാതാപിതാക്കൾ തന്നിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ എന്തിനു മാപ്പ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ അതാണ് പോയിന്റ്. നമ്മൾ പഠിക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഘട്ടത്തിലാവട്ടെ, പല കാര്യങ്ങൾക്കും അവർ തടസ്സം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ വലിയ വാശിയായിട്ട് ദേഷ്യമായിട്ടൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് പാരന്റ്സിനോട് ക്ഷമിക്കണം. കാരണം അന്നു മുതൽ ഇന്ന് വരെ അവരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളോടൊപ്പം എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ ക്ഷമിക്കേണ്ട കൂട്ടരെന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ വേദനിപ്പിച്ച മനുഷ്യരോട് എങ്ങനെ ക്ഷമിക്കാനാകുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയാനിരിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുഡൻസ് മനസ്സിലാവും. നമ്മളിപ്പോ ഒരാളോട് ദേഷ്യമുണ്ട്, കാരണം അയാൾ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾ